നിരവധി വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളികൾ നേരിടാനുള്ള ശേഷി നമ്മൾ കുറെ കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. 21ാം നൂറ്റാണ്ട് ഏഷ്യയുടെ നൂറ്റാണ്ടാണ്. ആ ഏഷ്യയുടെ നൂറ്റാണ്ടായിട്ട് 21ാം നൂറ്റാണ്ടിനെ മാറ്റാൻ അതിനു വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള ശക്തി സമാഹരിക്കൽ, അതിനുള്ള സാധ്യതകൾ, ആ സാധ്യതകൾ വളരെയേറെ ഉണ്ട് എന്നുള്ളത് ഇന്ന് കൂടുതൽ കൂടുതൽ വ്യക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ്. एशिया के सभी देश 21वीं सदी एशिया की बने, हर देश अपना योगदान देने के लिए भरसक प्रयास कर रहा है. 21ാം നൂറ്റാണ്ട് ഏഷ്യയുടെ നൂറ്റാണ്ടാക്കി മാറ്റാൻ ഈ ഭൂഖണ്ഡത്തിലെ, ഏഷ്യ ഭൂഖണ്ഡത്തിലെ മുഴുവൻ രാജ്യങ്ങളും അവരുടെ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. लेकिन एक देश एशिया में ऐसा है जो 21वीं सदी एशिया की न बने, पूरा एशिया रक्त रंजित हो, पूरा एशिया आतंकवाद की चपेट में आ जाए, खून खराबा हो, निर्दोष लोग मौत के घाट उतार दिए जाए, उसके षड्यंत्र करने में पूरी तरह लगा हुआ है. പക്ഷേ 21ാം നൂറ്റാണ്ട് ഏഷ്യയുടെ നൂറ്റാണ്ടാകാൻ ഈ ഏഷ്യ ഭൂഖണ്ഡത്തിലെ മുഴുവൻ രാജ്യങ്ങളും പരിശ്രമിക്കുമ്പോ ഒരു രാജ്യം മാത്രം അതിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഈ നാട്ടിൽ, ഈ ഭൂഖണ്ഡത്തിൽ അശാന്തിയുടെ അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഈ അന്തരീക്ഷത്തിൽ, ഈ ഭൂഖണ്ഡത്തിൽ രക്തപ്പുഴകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ഭൂഖണ്ഡത്തിൽ അഹിംസയുടെ സന്ദേശം പരത്താൻ ശ്രമിക്കുകയാണ്. ഭീകരവാദത്തിന്റെ സന്ദേശം പരത്താൻ ശ്രമിക്കുകയാണ്. ഈ ഭൂഖണ്ഡം പുരോഗതിയിലേക്ക് നീങ്ങുന്നതിന് തടസ്സം സൃഷ്ടിക്കുകയാണ്. एशिया के अंदर जहां जहां आतंकवाद की घटनाएं घट रही हैं, हर देश एक ही देश को गुनहगार मानता है. सवाल सिर्फ भारत का नहीं है, यही एक देश है जो चारों तरफ आतंकवाद को एक्सपोर्ट करने में लगा हुआ है. ഏഷ്യയിൽ എവിടെയൊക്കെ ഭീകരവാദ സംഭവങ്ങൾ ഉണ്ടാകുന്നു, ആ സംഭവങ്ങളിലൊക്കെ തന്നെ ഈ രാജ്യമാണ് കുറ്റവാളി. ഏഷ്യയുടെ എല്ലാ ഭാഗങ്ങളിലും നാലുപാടും ഭീകരവാദം വിതക്കുന്ന രാജ്യമായിട്ട് ഈ രാജ്യം മാറിയിരിക്കുന്നു. अफगानिस्तान हो, बांग्लादेश हो, अड़ोस पड़ोस के और देश हो, सब दूर. और आपने देखा होगा दुनिया में जब भी आतंकवाद की घटनाओं की खबर आती है तो थोड़े दिन में ये भी खबर आती है कि आतंकवादी या तो इस देश से गया था, या तो आतंकवादी घटना करने के बाद ओसामा बिन लादेन की तरह उस देश में आकर के बसा था, वही उसका आश्रय स्थान बना था. ഈ ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ, അത് അഫ്ഗാനിസ്ഥാൻ ആയാലും ബംഗ്ലാദേശ് ആണെങ്കിലും, എന്ന് മാത്രമല്ല ലോകത്തെവിടെ ഭീകരവാദ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ നാടിന്റെ പേര്, ഈ രാജ്യത്തിന്റെ പേര് ചർച്ച ചെയ്യപ്പെടുന്നു, അതിന്റെ ഉത്തരവാദിയായിട്ട് കണക്കാക്കപ്പെടുന്നു. ഒന്നുകിൽ ഭീകരവാദികൾ ഈ നാട്ടിൽ നിന്ന് പോയി അവിടെ ഭീകരവാദ പ്രവർത്തനം നടത്തുന്നു, അല്ലെങ്കിൽ ഒസാമ ബിൻ ലാദനെ പോലെ ഭീകരവാദ പ്രവർത്തനം നടത്തിയതിനു ശേഷം ഈ രാജ്യത്ത് വന്ന് അഭയം തേടി അവിടെ ഒളിത്താവളമാക്കിയിട്ട് മാറ്റുന്നു. भाइयों बहनों, आतंकवाद कैसा होता है ये केरल के लोग भली भांति जानते हैं. हमारी केरल की बेटियों को आतंकवादी उठा करके ले गए थे, नर्सिंग का काम करने के लिए, मानवता की सेवा करने के लिए. खाड़ी के देशों में हमारी केरल की बेटियां सेवा भाव से काम कर रही थी.
आतंकवादी उठा करके ले गए। पूरा हिंदुस्तान बेचैन हो गया था, हमारी बेटियों को हम बचा पाएंगे कि नहीं बचा पाएंगे, उनके जीवन का क्या होगा, वो जिंदा बचेगी कि नहीं बचेगी, उनके मां बाप को हम क्या जवाब दे पाएंगे। चारों तरफ चिंता का माहौल था। लेकिन पूरा केरल, उसने देखा कि दिल्ली में बैठी हुई सरकार इतनी चौकन्नी थी। भरसक प्रयास किया, डिप्लोमेटिक प्रयास किया और मेरी केरल की उन बेटियों को सही सलामत उनके घर तक हमने पहुंचा दिया। കേരളത്തിലെ ജനങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ പ്രവർത്തനങ്ങളുടെ ദുരന്തം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ജനതയാണ്. കേരളത്തിലെ പെൺമക്കൾ, പെൺകുട്ടികൾ, ആയിരക്കണക്കിന് ആളുകൾ വിദേശ രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിൽ ആതുര ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിട്ടുള്ളവരുണ്ട്. കേരളത്തിലെ നഴ്സുമാർ ഗൾഫ് രാജ്യങ്ങളിൽ ഈ ഭീകരവാദികൾ ആ നഴ്സുമാരെ തട്ടിക്കൊണ്ടുപോയി അവരെ തടങ്കലിലാക്കി. അവർക്ക് ഈ രാജ്യത്തേക്ക് തിരിച്ചു വരാൻ സാധിക്കാത്ത സാഹചര്യം സൃഷ്ടിച്ചു. ഡൽഹിയിലെ കേന്ദ്രത്തിലെ സർക്കാർ അവരെ വിട്ടയക്കാൻ വേണ്ടിയിട്ട്, അവരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചു, നയതന്ത്ര മാർഗങ്ങൾ ഉപയോഗിച്ചു, വിവിധ തരത്തിലുള്ള ചർച്ചകൾ നടത്തി. ആ ചർച്ചകളുടെയൊക്കെ ഫലമായിട്ട് അവർക്കാർക്കും ഒരു പോറൽ പോലും ഏൽക്കാതെ അവരെ സുരക്ഷിതമായി തിരിച്ചു കൊണ്ടുവന്ന് അവരുടെ മാതാപിതാക്കളുടെ കൈകളിലെത്തിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്രത്തിലെ സർക്കാരിന് സാധിച്ചു. आतंकवाद ये मानवता का दुश्मन है। पूरे विश्व की मानव जात को मानवतावादियों ने एक होकर के आतंकवाद को परास्त करना ही होगा और आतंकवाद के सामने न हिंदुस्तान झुका है, न हिंदुस्तान झुकेगा। आतंकवाद को परास्त करके रहेगा। ഭീകരവാദം മനുഷ്യത്വത്തിന്റെ മുഴുവൻ ശത്രുവാണ്. ഭീകരവാദത്തിന് മുന്നിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ ഭാരതം തയ്യാറല്ല. ഭാരതം അതിന്റെ മുന്നിൽ മുട്ടുമടക്കുന്ന പ്രശ്നമില്ല, മുട്ടുമടക്കില്ല, മുട്ടുമടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. भाइयों बहनों, इन दिनों पूरे देश में एक आक्रोश का माहौल है। जम्मू कश्मीर में, उरी में हमारे पड़ोसी देश ने जो एक्सपोर्ट किए हुए टेररिस्टों ने हमारे 18 जवानों को बलिदान होना पड़ा। आतंकवादी कान खोल के सुन ले, यह देश इस बात को कभी भूलने वाला नहीं है। രാജ്യം മുഴുവൻ ആശങ്കയുടെ, അസ്വസ്ഥതയുടെ ഒരു സാഹചര്യത്തിലാണിന്ന്. ജമ്മു കാശ്മീരിലെ ഉറിയിൽ നമ്മുടെ അയൽ രാജ്യം, ആ അയൽ രാജ്യത്തിന്റെ സംരക്ഷണത്തോടുകൂടി, പിന്തുണയോടുകൂടി എത്തിയ ഭീകരവാദികൾ സൈനിക ക്യാമ്പ് ആക്രമിച്ച് 18 സൈനികരെ കൊലപ്പെടുത്തി. ഒരു കാര്യം അവർ ഓർമ്മിക്കണം, ഇതിന് ഒരു കാരണവശാലും ഭാരതം ഇതൊരിക്കലും മറക്കാൻ പോകുന്നില്ല. ഇതിനെ അതിന്റേതായിട്ടുള്ള രീതിയിൽ ഇതിന് മറുപടി പറയാൻ ഭാരതം എന്നും തയ്യാറായിരിക്കും. मेरे प्यारे भाइयों बहनों, पिछले कुछ महीनों में 17 बार ये पड़ोसी देश ने जो टेररिस्ट एक्सपोर्ट किए थे, 17 बार अलग अलग गुट, कभी 4 की संख्या में, कभी 6 की संख्या में, सीमा पार करके इन फिदायिन हमलावरों ने इसको तहस नहस देश को करने का प्रयास किया। लेकिन हमारी सेना, जाबाज सेना ने
पिछले कुछ ही महीनों में इन 17 प्रयासों को विफल किया। लाइन ऑफ कंट्रोल के पास ही इन फिदायीन हमलावरों को मौत के घाट उतार दिया। पिछले कई वर्षों में इतने कम समय में सबसे ज्यादा 110 से भी ज्यादा आतंकवादियों को हमारी सेना के जवानों ने मौत के घाट उतार दिया। കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കിടയിൽ 17 തവണ, ചിലപ്പോൾ 4 പേര്, ചിലപ്പോൾ 5 പേര്, അങ്ങനെ ചെറിയ ചെറിയ സംഘങ്ങളായിട്ട് അതിർത്തി ഭേദിക്കാനുള്ള ശ്രമങ്ങൾ ഈ ഭീകരവാദികളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സൈന്യം അങ്ങനെയുള്ള ഓരോ പരിശ്രമത്തെയും, ആ പരിശ്രമത്തെ അതിനെ സമർത്ഥമായി നേരിട്ടുകൊണ്ട് അതിനെ പരാജയപ്പെടുത്തുകയുണ്ടായി. കഴിഞ്ഞ ഈ 17ഓളം ഇത്തരത്തിലുള്ള പരിശ്രമങ്ങൾ, ഈ ശ്രമങ്ങൾ, അതിൽ 110 ഈ ഭീകരവാദികളെ, 110ഓളം ഭീകരവാദികളെ അവരെ വധിച്ചുകൊണ്ട് അവരെ കാലപുരിയിലേക്ക് അയക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. इन संभवित 17 भयंकर घटनाओं से देश को बचाने का महान काम हमारे देश के जाबाज जवानों ने किया, सुरक्षा बलों ने किया, सीना तान करके लड़ाइयां लड़ी और देश के सामान्य मानवी को रक्षा देने के लिए वो लड़ते रहे। वे सदा सर्वदा जागते रहे और हमें 125 करोड़ देशवासियों को हमारी सेना पर नाज है, हमारी सेना पर हमें गर्व है, उनकी वीरता पे गर्व है, उनके पराक्रम पे गर्व है, उनके बलिदान की गाथाओं पर गर्व है। ഈ 17 സംഭവങ്ങൾ, ആ സംഭവങ്ങളിൽ ഈ രാജ്യത്തെ രക്ഷിക്കാൻ, ഈ രാജ്യത്തിന്റെ അതിർത്തികൾ രക്ഷിക്കാൻ, സംരക്ഷിക്കാൻ, അതിലൂടെ ഈ നാടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം, അതിനു വേണ്ടിയിട്ടുള്ള സമർത്ഥമായിട്ടുള്ള ശ്രമം ഇന്ത്യൻ സൈന്യമാണ് നടത്തിയത്. ആ സൈന്യത്തിന്റെ പ്രവർത്തനങ്ങൾ 125 കോടി ജനങ്ങൾ, ഈ രാജ്യത്തെ ജനങ്ങൾ, ആ ജനങ്ങൾ ഈ സേനയുടെ പരിശ്രമം, ഈ സേന നടത്തിയിട്ടുള്ള സമർത്ഥമായിട്ടുള്ള ചെറുത്തുനിൽപ്പ്, ഈ സേന ഈ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള വീരശൂരമായിട്ടുള്ള പരിശ്രമങ്ങൾ, ഈ സേന കാണിച്ചിട്ടുള്ള സാഹസികത തീർച്ചയായിട്ടും നമുക്ക് അഭിമാനം നൽകുന്നതാണ്. നമുക്ക് നന്ദിയുള്ളവരാണ്. ഈ സൈന്യത്തിലെ ഓരോ ഭടനോടും അവരെ ഓർത്ത് ഈ രാജ്യം അഭിമാനം കൊള്ളുകയാണ്. आप कल्पना कर सकते हैं, पड़ोसी देश एक घटना में सफल हुआ और हमारे 18 वीरों को बलि होना पड़ा। अगर इन 17 घटनाओं में अगर वो सफल हुए होते तो देश को कितना तबाह कर देते, इसका आप अंदाज कर सकते हो। നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കും, നമ്മുടെ ഈ അയൽ രാജ്യം നടത്തിയ ഒരു പരിശ്രമം, അതിൽ 18 ജവാന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 17 ശ്രമങ്ങൾ, ആ 17 ശ്രമങ്ങളിൽ ഓരോന്നിലും ഇത്തരത്തിൽ സംഭവിച്ചിരുന്നുവെങ്കിൽ എത്രയേറെ പേർക്ക്, ഈ രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ജവാന്മാർക്ക് ജീവൻ നഷ്ടപ്പെടുമായിരുന്നു എന്ന് ഊഹിക്കുമ്പോൾ, അപ്പോഴാണ് സേന നടത്തുന്ന പരിശ്രമങ്ങളുടെ, ആ പരിശ്രമങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ സാധിക്കും. मेरे प्यारे देशवासियों, हमारे सेना के जवान, हमारे सुरक्षा बलों के जवान, चाहे बीएसएफ हो, चाहे सीआरपीएफ हो, चाहे जम्मू कश्मीर की पुलिस हो, चाहे नॉर्थ ईस्ट की पुलिस हो, जितने भी हमारे सुरक्षा बल के जवान हैं,
वो इस लड़ाई को जीतते चले गए हैं। इसका कारण सिर्फ शस्त्र नहीं होते हैं। जवानों के लिए शस्त्र तो एक खिलौना होता है, लेकिन जवानों की शक्ति देश का मनोबल होता है। आज हिंदुस्तान का मनोबल सबसे ऊंचा है, सबसे बुलंद हौसला है, और देश के लिए, देश के जवानों के लिए, भारत के 125 करोड़ देशवासियों का ये मनोबल, यही हमारी ताकत है और यही हमारे सैन्य का सामर्थ्य है। പ്രിയപ്പെട്ട നാട്ടുകാരെ, സേന നടത്തിയിട്ടുള്ള ഈ പരിശ്രമങ്ങൾ അത് BSF ആണെങ്കിലും CRPF ആണെങ്കിലും ജമ്മു കാശ്മീരിലെയോ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെയോ പോലീസ് സംവിധാനമാണെങ്കിലും അവർക്കെല്ലാവർക്കും തന്നെ ഇത്രയും സമർത്ഥമായിട്ടുള്ള രീതിയിൽ, ഇത്രയും ഫലപ്രദമായിട്ടുള്ള രീതിയിൽ ഈ ഭീകരവാദികളെ നേരിടാൻ സാധിച്ചിട്ടുള്ളത് അവരുടെ ആയുധങ്ങളുടെ ബലം കൊണ്ട് മാത്രമല്ല. ആയുധങ്ങൾ ജവാന്മാരെ സംബന്ധിച്ചിടത്തോളം കളിപ്പാട്ടങ്ങളാണ്.